ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഈ വീട്ടിലെ മൂത്ത പയ്യനും ഇളയ മകളും. ഇനി അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന കല്യാണം കഴിഞ്ഞ് വെറും 6 ദിവസവും 7 മണിക്കൂറും മാത്രമായ കപ്പിൾസ്. ഇതാണ് ഈ കഥയിലെ നായിക ആര്യ. മുൻകോപക്കാരിയാണെങ്കിലും ചിട്ടയോടും അച്ചടക്കത്തോടും കൂടിയുള്ള ജീവിത രീതിയാണ് ഇവളുടേത്. എന്നാൽ ഇതാണ് ഈ കഥയിലെ നായകൻ സച്ചിൻ. എന്താണോ ആര്യ, അതിൻ്റെ നേരെ മറുപുറമാണ് സച്ചിൻ. ചുരുക്കി പറഞ്ഞാൽ ആര്യ ഒരു കവിതയാണെങ്കിൽ നല്ല അക്ഷരത്തെറ്റുള്ള ഒരു കഥയാണ്. തീ പിടിച്ചിട്ട് ഫയർഫോഴ്സിനെ വിളിച്ചാൽ മതിയോ അതോ നേരത്തെ വിളിച്ചൊന്ന് സൂചിപ്പിച്ചു നോക്കണോ? ആ സാധനം മട്ടനാ. രാവിലെ തന്നെ നിന്റെ തമാശ കേട്ടപ്പോളേ ഞാനങ്ങ് ചാർജായി. ആണോ? കോഫി വേണോ? ഫ്രഷായി വന്നാ കിഡിലിനൊരു കോഫി തരാം. തിളയ്ക്കാത്ത ചായയും. മാറ്റമുണ്ട്. സച്ചിനെ എടാ, നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ട് ഈ ടവൽ യൂസ് ചെയ്യരുതെന്ന്. ഞാനത് യൂസ് ചെയ്തില്ലല്ലോ. ദേ വെറുതെ കള്ളം പറയല്ലേ. ഇവിടെ ഒരു സാധനം ആണെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും. ഇത് ഞാൻ എത്ര വൃത്തിയിൽ ഇവിടെ വിരിച്ചിട്ടതാണെന്നറിയോ? നീ അവിടെ വിരിച്ചേക്കണത് ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ? ഇത് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി വിരിച്ചിട്ടതാ, ഗസ്റ്റിന് യൂസ് ആക്കാൻ. ഇതിനാണ് അമ്മ നീ ഇത്ര ഒച്ചുണ്ടാക്കിയത്? ഇത് നീ ആർക്കുണ്ടാക്കാൻ വെച്ചേക്കോ? എല്ലാത്തിനും എന്റെ കൈ തന്നെ എത്തണോല്ലേ? എൻ്റെ പൊന്നമ്മു, നിനക്ക് ഈ കുഞ്ഞു കാര്യത്തിന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കണം? നീ ആ ടവലിവിടെ തിരിച്ചു വെച്ച് തരാവുന്ന പ്രശ്നമുള്ളൂ നിനക്ക്. ഉള്ളൂ. അല്ലെങ്കിലും നിനക്ക് എല്ലാ കാര്യവും അത്ര തന്നെയല്ലേ ഉള്ളൂ. ഇതെന്തിവിടെ? ഏത്? ആ ഇന്നലെ ബാത്റൂമിൽ പോയിട്ട് ഫ്ലഷ് ചെയ്യാൻ മറന്നു. നിനക്ക് കുറച്ചെങ്കിലും മെച്യൂരിറ്റി കാണിച്ചൂടെ? അല്ലെങ്കിൽ തന്നെ ഇത്ര ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചതിന്റെ കുറ്റപ്പെടുത്തൽ ഒരു സൈഡിൽ, അതിൻ്റെ ഇടയ്ക്ക് നീയും കൂടെ തുടങ്ങല്ലേ. എടി, ഫ്ലഷ് ചെയ്യാൻ മറക്കുന്നൊന്നും മെച്യൂരിറ്റി ഇല്ലായ്മയല്ല, മെമ്മറി പോയതാണ്. എൻ്റെ ജോലിയുടെ വർക്ക് പ്രഷർ നമുക്ക് അറിഞ്ഞൂടെ? അതിന് നിനക്കെവിടെ ജോലി? ജോലി കിട്ടുമോ ഇല്ലയോ എന്നോർത്തുള്ള പ്രഷർ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ മെച്യൂരിറ്റി ഇല്ലാത്തതല്ല. പുറത്ത് ആരോ വന്നിട്ടുണ്ട്. അതിന് ഈ സമയത്ത് ആരാ? നിന്റെ അച്ഛനായിരിക്കും. ഗിഫ്റ്റ് വന്ന് വീടിൻ്റെ വാടക വാങ്ങിക്കാൻ. എന്റെ അച്ഛനെ വിളിച്ചാണ്ടല്ലോ. ചേട്ടാ, ഒരു പാഴ്സൽ ഉണ്ടായിരുന്നു. ആ, ഗെയിമിങ് ചെയറല്ലേ? എത്ര നാളെ ഓർഡർ ചെയ്തിട്ട്? ഇപ്പോഴാണ് വരുന്നത്. ഞാനേ പൈസ എടുത്തിട്ട് വരാം. അയ്യോ, ഇതായിരിക്കുമല്ലോ നിന്റെ മെച്യൂരിറ്റി. അയ്യോ, കോഫി. ഉയ്യോ, ഹലോ, പറയടി. വീടിന്റെ കീ എവിടെ? നീ നേരത്തെ എത്തിയോ?
10 മണിയാവുന്ന പറഞ്ഞിട്ട്. എനിക്കാകെ ഒരു തലവേദനയൊക്കെ പോലെ. അത് കാരണം കൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങി. അല്ല, സാറ് രാവിലെ പോയതാണല്ലോ. ഉച്ചയ്ക്ക് മുമ്പേ വീട്ടിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു ഫ്രണ്ടിനെ എയർപോർട്ടിലാക്കാൻ വന്നതാ. നീ ഫ്രഷ് ആകുമ്പോഴേക്കും ഞാൻ അങ്ങെത്താം. ഞാൻ വന്നിട്ട് ഒന്നിച്ച് ഫുഡുണ്ടാക്കാം. എടാ, വീടിന്റെ കീ എവിടെ? വീടിന്റെ കീ മാറ്റിന്റെ താഴെ അവിടെ അല്ലേ വെക്കാറ്? അവിടെ കാണാത്തോണ്ടാണല്ലോ ചോദിച്ചേ. എടി സോറി, കീ എന്റേലാണ്. നീ ഒരു 15 മിനിറ്റ് അപ്പുറം വീട്ടിലിരുന്നു, ഞാൻ ദേ എത്തി. ശരി. ഇതെന്താ വെട്ടൊന്നും ഇല്ലാണ്ടിരിക്കണേ? വന്നിട്ട് ഫ്രഷ് ആയില്ലേ നീ? നീ കഥ എങ്ങനെ പറഞ്ഞേ? ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു, അതാ ലേറ്റായേ. ഇനിയിപ്പോൾ ഫുഡിനൊക്കെ നിൽക്കണടി. ഞാനേ അപ്പവും ബട്ടർ ചിക്കനും മേടിച്ചിട്ടുണ്ട്. ഇതെന്താ കിച്ചണിൽ നിറച്ച് വെള്ളം? ആ കുളയെ കിടക്കാണല്ലോ. എടി നിന്നോടല്ലേ ചോദിക്കണേ, നിന്റെ വായിലില്ല. അമ്മു, എടി എന്തു പറ്റി? നീ ഓക്കെ അല്ലേ? ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ രാവിലെ ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ട് പോയ കേക്ക് എവിടെ? കേക്കോ? എനിക്കറിയില്ല. അതുപോലെ പൂച്ചയും കഴിച്ചതായിരിക്കും. ഫ്രിഡ്ജ് തുറന്ന് അതിലിരിക്കുന്ന കേക്ക് തിന്നാൻ പറ്റിയ ഒരു പൂച്ചയെ ഇവിടെ ഉള്ളൂ. ഓ, ആ പ്ലേറ്റിലുണ്ടായിരുന്ന കേക്കാണോ? എടി അവൻ്റെ ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ പുതിയ വീട് കാണിക്കാൻ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ കഴിക്കാൻ കൊടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ കേക്ക് കൊടുത്തു. അതാണ് നിന്റെ പ്രശ്നം. നീ കഴിച്ചതിന്റെ വില എന്താന്ന് നിനക്കറിയോ? വിലയോ? നിനക്ക് എന്തു പറ്റടി? ഞാൻ എത്ര ആഗ്രഹിച്ചുണ്ടാക്കിയതാണെന്നറിയോ അത്? ഒരു കേക്കല്ലേ, അതിനാണ് നീ ഇത്ര ഇമോഷണൽ ആവുന്നത്? നിനക്കെല്ലാം ഭയങ്കര സിമ്പിളാണ്. ഇന്ന് നമ്മുടെ ഫസ്റ്റ് വീക്ക് ആനിവേഴ്സറി ആണ്. ആണോ? നിനക്ക് അതുപോലും ഓർമ്മയില്ല. ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കി വെച്ചതാ. ഒരു കേക്കല്ലേ, ഞാൻ പോയി ഒരു കേക്ക് മേടിച്ചിട്ട് വരാം. അല്ലേ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടു കൂടി ദാ അപ്പം കട്ട് ചെയ്യാം, എന്നിട്ട് ആഘോഷിച്ചാൽ പോരെ? ചെല്ലേ കുടിച്ചിട്ട് വാ, എനിക്ക് നല്ല വിശപ്പുണ്ട്. നല്ല മുളല്ലേ? പെട്ടെന്ന് തന്നെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. അമ്മേ, എടി വേഗം വന്നേ. ഇനി എന്നെ കഥ ആരും ഒന്നും ചെയ്യാതിരിക്കണ്ട. ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങനെയുള്ള അങ്ങോട്ടും. ഇനി ഞാനും എല്ലാം സില്ലി ആയിട്ട് എന്നെ കാണുള്ളൂ. ഇവക്കിത് ഐ ഹേറ്റ് യു. ആ എഴുന്നേറ്റോ? വാ. അല്ല, ഇതെന്താ പരിപാടി? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നീ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ അത്ര രുചി ഉണ്ടാവില്ല, എന്നാലും എന്നെ കൊണ്ടാവും വിധം ഞാനൊന്ന് കളറാക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു സ്പെഷ്യൽ സാധനമുണ്ട്. എന്താ പറയുക? എ സ്മോൾ സ്പൂൺ ഓഫ് ലവ്. എടി, ഞാനൊരു പെർഫെക്റ്റ് ഹസ്ബൻഡൊന്നുമല്ല, അത്ര കിടലൻ കാമുകനായിരുന്നില്ല. പക്ഷേ അന്നും ഇന്നും നിന്നെ എത്ര കരയിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഐ ലവ് യു. എങ്ങനെയുണ്ട്?
ഉള്ള സെറ്റപ്പൊക്കെ വെച്ച് ഒരു ചെറിയ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. ഇതാണോ ചെറുത്? സെലിബ്രേഷൻ കുറയ്ക്കണ്ടല്ലോ. ഇന്നാ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആൾ തന്നെ കട്ട് ചെയ്ത് തന്നാ മതി. മാരേജ് ഈസ് നോട്ട് അബൌട്ട് ഫൈൻഡിങ് പെർഫെക്ഷൻ. കല്യാണം അതൊരു അനുഭവം മാത്രമല്ല, പൂർണ്ണതയും പക്വതയും ഒന്നിച്ച് പൊരുത്തപ്പെടുത്താനുള്ള ഒരു മനോഹര ശ്രമം കൂടിയാണ്. സച്ചിനെ, ഇന്ന് എന്താണ് ഈശ്വര